ഹായ്. എന്താണ് എല്ലാവരുടെയും വിശേഷമൊക്കെ? അപ്പോൾ ഇന്ന് മറ്റൊരു സൺഡേ വന്നിക്കാണ്. എൻ്റെ സൺഡേസ് എല്ലാം ഞാൻ വളരെ ബിസി ആയിരിക്കും എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ എവിടെയാണ് പോണതെന്നുള്ളതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആണ് നിങ്ങളെ മുന്നിൽ കാണിക്കാൻ വേണ്ടി പോണത്. 2 ദിവസം മുന്നേ ഞാനൊരു ഷോർട്സ് ഇട്ടപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടേക്കാണ് യാത്ര ഉള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മറ്റെവിടേക്കും അല്ല പോയത്, തൃശ്ശൂർ മണ്ണുത്തിയിലുള്ള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലേക്കാണ് ഞാൻ പോയത്. അവിടെ വെച്ചിട്ടായിരുന്നു ഞങ്ങളുടെ കമ്പനിയുടെ വെൽനസ് സെമിനാർ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ കാലത്തൊരു 9:15 കൂടി എത്തി. രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഹാളിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഭയങ്കര തിരക്ക്. ഞങ്ങൾക്കൊക്കെ ബാക്കിലാണ് ഇരിക്കാനായിട്ട് സീറ്റ് കിട്ടിയത്. ബാക്കിൽ ഇരുന്നു കൊണ്ട് ആണ് പ്രോഗ്രാം കണ്ടതെന്ന് ഫുള്ള് ഒരുപാട് പേര് നിന്നിട്ടായിരുന്നു പ്രോഗ്രാം കണ്ടിരുന്നത്. അപ്പോൾ നമ്മളെ ഒരു കമ്പനിയുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ഡാൻസോട് കൂടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാറ്. അത് മറ്റൊന്നുമല്ല, സിംപ്ലി ദ ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നാഷണൽ ആന്തം ഉണ്ട്, അതാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് എല്ലാവരും കൂടെ നല്ല ഒരേപോലെ ഒരു സിംപ്ലി ദ ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം നമ്മൾ ഡാൻസ് പോലെ ചെയ്യാറുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും ഇത്രയും ആളുകൾ അറ്റൻഡ് ചെയ്ത ഒരു വലിയൊരു ഇവൻ്റായിരുന്നു. കുറേ പേര് ഞങ്ങളുടെ ബാക്കിലും സൈഡിലൊക്കെ ആയിട്ട് കുറേ പേര് നിന്നിട്ടാണ് ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തത്. പല ആളുകളും എന്നോട് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടും പല വീഡിയോസൊക്കെ എനിക്ക് അയച്ചു തരാറുണ്ട്, ഇതിന് ഇത്രയും സൈഡ് എഫക്ട്സ് ഉണ്ടല്ലോ എന്നുള്ളതൊക്കെ. പക്ഷേ ഈ സ്റ്റേജിൽ നിൽക്കുന്ന ആളുകൾ, അതേപോലെ ഈ ഹാളിൽ എൻ്റർ ആയിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഈ ഒരു ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ നിങ്ങളിതിൻ്റെ ഓപ്പർച്യൂണിറ്റി എന്താണെന്നുള്ളത് വന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അവിടെ നമ്മൾ ഫുൾ ആൻഡ് ഫുൾ ഹെൽത്തിനെ കുറിച്ചിട്ടും ഇതിലെങ്ങനെയാണ് ഒരു വെൽത്ത് ഉണ്ടാക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു നല്ലൊരു എക്സലൻറ്റ് പ്രോഗ്രാമാണ് അന്ന് കണ്ടത്. ഇതെനിക്ക് സ്റ്റേജിൽ കയറാനൊരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്റ്റേജിൽ നിന്ന് എടുത്തൊരു വ്യൂ ആണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും ആളുകൾ ഒരേ മൈൻഡോട് കൂടിയിട്ട് ഈ ഒരു ഹാളിൻ്റെ ഉള്ളിൽ അറ്റൻറ്റീവായിട്ടിരുന്ന് കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു സത്യം ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വൈകുന്നേരം വരെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. രാവിലെ ഉച്ചവരെ ഗസ്റ്റുകൾക്കുള്ള പ്രോഗ്രാമായിരുന്നു. വൈകുന്നേരം ഇറങ്ങി ഞങ്ങൾ ഇടയ്ക്ക് ഒരു എയർ ഫ്രഷിനുള്ള ഒരു ബ്രേക്ക് എടുത്തതാണ്. വരുന്ന വഴിക്ക് പകുതിക്ക് ഞങ്ങൾ നിന്നിട്ട് എയർ ഫ്രഷ് കുടിക്കുന്ന ഭാഗമാണത്. അത് കഴിഞ്ഞ് പെരുമ്പിലാവ് എത്തിയപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. ഞാൻ ബിരിയാണിയാണ് കഴിച്ചത്. പെരുമ്പിലാവ് അൽസാക്കി എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട്, അവിടെ കയറിയിട്ടാണ് ഭക്ഷണം കഴിച്ചത്. ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഷേക്കാണ് എടുത്തത്. അങ്ങനെ വീണ്ടും വണ്ടിയിലൊക്കെ കയറി തിരിച്ച് വരുന്ന വഴിക്ക് ഞങ്ങൾ കരോൾ, ക്രിസ്മസ് ആവാറായില്ലോ, അപ്പോൾ കരോൾ പോണതാണ് ഈ കാണുന്നത്. ആദ്യമായിട്ടാണ് ഞാനത് കാണുന്നത്. കേട്ടിട്ടുണ്ട്, വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, അത് ലൈവായിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ എല്ലാവരും ഫുൾ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.